നമസ്കാരം. അങ്കമാലിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ലാലേട്ടൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. കുറച്ച് മണിക്കൂറുകളായി നിങ്ങൾ മുന്നിലേക്ക് വീഡിയോ എത്തുമ്പോൾ അല്പം വൈകിട്ടുണ്ടായിരിക്കും, സദയം ക്ഷമിക്കുക. ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഒരു വട്ടം കണ്ടു കഴിഞ്ഞു കേട്ടോ. കാണാൻ നിങ്ങളുടെ ഒപ്പം തന്നെ ലൈവ് റിയാക്ഷൻ ചെയ്യാമെന്നാണ് കരുതിയത്. പക്ഷേ ആകാംക്ഷ അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് നമ്മളെ ലാലേട്ടൻ ഇപ്പോൾ തകർത്താടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, എമ്പുരാനിലൂടെ അദ്ദേഹം നാളെ അവതരിക്കാൻ പോവുകയാണ്. ഭൂലോകമായിട്ടുള്ളൊരു അവതാരമായിട്ട് അദ്ദേഹം പിറവിയെടുക്കാൻ പോവുകയാണ്. എമ്പുരാനിലെ ലൂസിഫർ എന്ന കഥാപാത്രത്തിനോട് സാമ്യതയുള്ള അബ്രഹാം ഖുറേഷിയായും അതുപോലെ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന മികവുറ്റ ഒരു രാഷ്ട്രീയക്കാരനായും ഒപ്പം തന്നെ അധോലോക നായകനായ അബ്രഹാം ഖുറേഷി എന്ന കഥാപാത്രമായും അദ്ദേഹം അരങ്ങ് തകർക്കാൻ നാളെ ഒരുങ്ങുമ്പോൾ അതിന് മുന്നോടിയായി ഇതാ അഴിച്ചുവിട്ടിരിക്കുകയാണ് തുടരും എന്ന സിനിമയിലെ ആ ഡ്രൈവർകാരൻ ചേട്ടനെ. നമ്മുടെ മുമ്പിലൊക്കെ കണ്ടുപരിചയമുള്ള ഒരു ഓട്ടോ ടാക്സി അല്ലെങ്കിൽ ടാക്സി ഡ്രൈവർ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളുണ്ട്. അവരുടെ പ്രതിനിധിയായി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ലാലേട്ടൻ വരികയാണ്. നമുക്കിപ്പോൾ ഓട്ടോയിലൊക്കെ അദ്ദേഹം വന്ന കഥാപാത്രത്തേക്ക് നമുക്ക് ഓർമ്മയിലേക്ക് വരികയാണ്. ഒപ്പം തന്നെ ലോഹം എന്ന സിനിമയിൽ അദ്ദേഹം കുറച്ച് നേരം നമുക്ക് ടാക്സി ഡ്രൈവറായിട്ട് വരുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു കഥാപാത്രമായിരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് തരുൺമൂർത്തി നമുക്ക് വേണ്ടി ഇപ്പോൾ സമ്മാനിച്ചിരിക്കുന്ന മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടിലുള്ള രഞ്ജിത്തിൻ്റെ ബാനറിൽ, അദ്ദേഹത്തിൻ്റെ രജപുത്ര വിഷ്വൽസിൻ്റെ ബാനറിൽ ഇപ്പോൾ റിലീസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന തുടരുമെന്ന സിനിമയുടെ ട്രെയിലർ നമുക്ക് വീക്ഷിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം, നമുക്കൊന്ന് കണ്ടു കളയാം. പണ്ട് എന്നെ കണക്ക് പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു. നമ്മളൊരു ഫ്രീ പീരീഡ് നോക്കിയിരിക്കുമ്പോൾ അയാൾ എവിടുന്നെങ്കിലും കയറി വരും. അടിച്ചാലും ഗുണിച്ചാലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യവും. ഉത്തരം കിട്ടൂല, പുറത്തു നിർത്തും, നാണവും കെടുത്തും. അതിന് നീ ഏത് സ്കൂളിൽ പഠിച്ചേക്കുന്നത്? ആ താടി തൊട്ട കൈ ഞാൻ വെട്ടും. അണ്ണ ഇങ്ങനെ താടിയും വളർത്തി അയ്യോ പാവം കളിച്ചു നടാ. ആർക്കടാ പ്രശ്ന? എന്താണ്? എത്ര മഹാന്മാരുടെ ചന്തി പതിഞ്ഞ വണ്ടിയാണെന്നറിയാം. ഈ കാറിന് വേണ്ടിട്ട് ഫാൻ കറങ്ങുന്നതിൽ ഇവിടെ കിടന്ന് വട്ടം കറങ്ങും. എന്താടോ എന്റെ വണ്ടിയുടെ കാര്യം? തരൂല സാർ, എന്റെ കാർ കിട്ടൂല. കിളി പോവും. അന്ത ആൾക്ക് കാറ് കയ്യില കെട്ടിയാ കിളി പോവും. മഴ നനയാലല്ലോ കുട്ടിച്ച. എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ മഴയത്ത് നിർത്തിയേക്കല്ലേ. മഴ നനയാണല്ലോ കുട്ടിച്ചെന്ന് പറയുന്നത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കാറിൻ്റെ ഓമന പേരായിരിക്കാം. പണ്ട് ഞാൻ എൻ്റെ ബൈക്കിന് പൊന്നുട്ടൻ എന്നൊക്കെ പേര് വിളിച്ചിരുന്നു. അതുപോലെയുള്ളൊരു കഥാപാത്രമാണോ, വണ്ടിയെ സ്നേഹിക്കുന്ന ഒരു കഥാപാത്രമാണോ എന്ന് തോന്നുന്നു. വണ്ടിയെ സ്വന്തം ജീവനേക്കാൾ അല്ലെങ്കിൽ സ്വന്തം സഹോദരനെ പോലെ സ്നേഹിക്കുന്ന ഒരുപാട് വ്യക്തികളെ എനിക്കറിയാം. അതുപോലെയുള്ള ഒരു കഥാപാത്രമായിരിക്കും. നമുക്ക് ഓട്ടോയിലെ സുധീനെ നമുക്ക് ഓർമ്മയുണ്ട്. സുന്ദരി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സഹോദരിയെ പോലെയുള്ള ഓട്ടോയെയും നമുക്ക് ഓർമ്മയുണ്ട്. അതുപോലെ ഒരു കഥാപാത്രമായിരിക്കാം ഈ കുട്ടിച്ചൻ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഒരുപക്ഷെ മറ്റൊരു കഥാപാത്രമായിരിക്കാം. എന്തായാലും എൻ്റെ ഒരു ഗസ്സിങ് ആണ് കുട്ടിച്ചൻ എന്ന് അദ്ദേഹത്തിൻ്റെ വണ്ടിയെ വിളിക്കുന്നതായിരിക്കും. നമുക്കറിയാം, ശോഭന ഒരു ഡയലോഗ് പുള്ളിക്കാരത്തൊരു തമിഴ് സ്ത്രീയായിട്ടാണ് വരണേന്ന് തോന്നുന്നുണ്ട്. തമിഴ് സ്ത്രീനെ പ്രണയിച്ച് വിവാഹം കഴിച്ച മലയാളിയായിട്ടുള്ളൊരു ടാക്സി ഡ്രൈവറായിട്ടായിരിക്കാം ഒരുപക്ഷെ ലാലേട്ടൻ ഈ സിനിമയിൽ വരിക. അവർക്ക് 2 മക്കളുണ്ട്. ഇങ്ങനെ സന്തോഷകരമായിട്ട് അവർ ജീവിതം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു യാദൃശ്ചികമായിട്ട് എന്തോ ഒരു സംഭവം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. മിക്കതും കാറുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കാം. കാറ് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പിടിക്കപ്പെട്ട് കിടക്കുകയാണ്. രാഷ്ട്രീയക്കാരായിട്ടുള്ള അദ്ദേഹത്തിന് ഇഷ്ടക്കാരല്ലാത്ത വ്യക്തികൾ ഈ പറഞ്ഞ നമ്മുടെ ഡ്രൈവറുമായിട്ട് ചേർത്തില്ലാത്തവരുണ്ട്. നമുക്കറിയാം, ഇർഷാദിൻ്റെ കഥാപാത്രം അതിലങ്ങനെ ഒരാളായിരിക്കാം. ബിനു പപ്പുവിൻ്റെ കഥാപാത്രവും അതിനോട് സാമ്യതയുള്ള ഒരു ചെറിയൊരു നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രമായിരിക്കാം. ഇത്തരത്തിലുള്ള ഒരു ലെയറുകൾ ഉള്ളപ്പോൾ തന്നെ
അണ്ടർ ലെയറായിട്ട് പല കാര്യങ്ങളും പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തൊക്കെയോ വിഹുലതകൾ, മാനസിക പ്രയാസങ്ങളുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ലാലേട്ടൻ്റെ ഈ ടാക്സി ഡ്രൈവർ വന്ന് നമ്മുടെ മുമ്പിലേക്ക് നിൽക്കുന്നത്. ഒരുപാട് ഉത്സവ അന്തരീക്ഷം നമുക്ക് ആ ട്രെയിലറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല മഴ നനഞ്ഞു നിൽക്കുന്ന ലാലേട്ടനും കാറിൻ്റെ മുൻപിൽ അദ്ദേഹം വന്ന് നിൽക്കുന്ന ഒരു പോസൊക്കെ വളരെയധികം റൊമാൻറ്റിഫിക്കേഷൻ നൽകുന്ന മൊമെൻറ്റ്സ് സിനിമ തിയേറ്ററിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ആ കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ഏതായാലും ഒരു കാര്യം ഓർപ്പിക്കാം, പഴയ ലാലേട്ടൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, ആ ലാലേട്ടൻ്റെ ചെറിയൊരു ചായവ് നമുക്ക് ഈ കഥാപാത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഈ വടക്കുനാഥൻ അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിച്ചതിന് ശേഷം അത്തരത്തിൽ കാറുമായി ബന്ധപ്പെട്ട ഒരു കഥാപാത്രം, ഭാരത പിഷാരടി വേറൊരു കഥാപാത്രമാണ് ലാലേട്ടൻ്റെ, അതിനെ ഞാൻ ഇത് കമ്പയർ ചെയ്യുന്നില്ല. പക്ഷേ ഇതിലെ ഡ്രൈവർ വ്യത്യസ്തമായ ഒരു ഡ്രൈവറാണ്. ഇതിൽ നമുക്ക് ഭ്രമരത്തിലെ ടാക്സി ഡ്രൈവറായിട്ട് ഇതിനെ ഉപമിക്കാനേ സാധിക്കില്ല. കാരണം ലാലേട്ടൻ്റെ മറ്റൊരു മാസ്റ്റർ പീസായിരിക്കും തുടരും എന്നാണ് ഞാൻ കരുതുന്നത്. തരുൺ മൂർത്തി എന്ന സംവിധായകൻ എന്തിനു വേണ്ടിയാണോ ലാലേട്ടനെ സമീപിച്ചതെന്ന് നമ്മൾ ഇനി തിയേറ്ററിൽ കണ്ട് ആസ്വദിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഒരു കാര്യം ഉറപ്പിക്കാം, എന്തൊക്കെയോ നിഗൂഢതകൾ ഈ സിനിമയിലുണ്ട്. ഇതൊരു ഫാമിലി ഫീൽ ഗുഡ് ത്രില്ലർ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൽ ഫാമിലി ഫീൽ ഗുഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, കോമഡി ഉണ്ട്, സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളുണ്ട്, ഒപ്പം തന്നെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ്സ് ഉള്ള ഒരു സിനിമ തന്നെയായിരിക്കും. കാരണം അതിൽ ശോഭന പറയുന്ന ഒരു ഡയലോഗ് തന്നെയാണ് എന്നെ ഇക്കാര്യം പറയിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അന്ത കാറ് കിട്ടിക്കഴിഞ്ഞാൽ അന്ത ആളുടെ കിളി പോകും എന്ന് പറയുന്നുണ്ട്. അത് കിളി പോകുന്നൊരവസ്ഥയാണ്. കാറ് കിട്ടിയില്ലെങ്കിൽ കിളി പോകുന്നൊരവസ്ഥയാണ്, കിട്ടിയാലും കിളി പോകുന്നൊരവസ്ഥ. അത്തരത്തിലുള്ളൊരു കഥാപാത്രമായിരിക്കാം. അങ്ങനെ ഒരു പക്ഷേ ഈ കാറും അടിച്ചു മാറ്റി അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോകുന്നതാണോ അതിലെ ചില രംഗങ്ങളെന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും തിയേറ്ററിൽ വരുമ്പോൾ നമുക്ക് അറിയുള്ളൂ കാര്യങ്ങൾ. ഒരു കാര്യം ഉറപ്പിക്കാം, എല്ലാവരെയും മനസ്സ് കീഴടക്കാനും ഹൃദയം കൈയടക്കാനും ദൃശ്യത്തിന് ശേഷം മറ്റൊരു സിമ്പിളായിട്ടുള്ളൊരു കഥാപാത്രമായി എന്നാൽ എലഗൻ്റ് ആയിട്ടുള്ള വേരിയസ് ആയിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ്സ് നമുക്ക് സമ്മാനിപ്പിക്കുന്ന 2025 തൻ്റെതാക്കി മാറ്റുന്ന ലാലേട്ടൻ്റെ മറ്റൊരു വിസ്മയ ചിത്രമായി മാറും തുടരും എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളുടെ കരുതലുകൾ നിങ്ങൾക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഒപ്പം തന്നെ ഈ ട്രെയിലറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഈ ട്രെയിലർ ഇനി കുതിക്കാൻ പോവുകയാണ്. യൂട്യൂബ് ട്രെൻഡിങ്ങിൽ ഈ ട്രെയിലർ ഉണ്ടായിരിക്കും, നിശ്ചയമായ കാര്യമാണിത്. നാളെ നമുക്ക് എമ്പുരാൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി വരാം. പറ്റുമെങ്കിൽ അതിൻ്റെ തിയേറ്റർ റെസ്പോൺസൊക്കെ നമുക്ക് എടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. വിജയിക്കുമെന്ന് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ എല്ലാവിധ അനുഗ്രഹവും പ്രാർത്ഥനകളും യാചിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാതെ എല്ലാവർക്കും ബൈ ബൈ, സി യു. ദിസ് ഈസ് പിൻറ്റോ അങ്കമാലി സൈനിങ് ഔട്ട്. അങ്കമാലി ഡാനൈ.